കാനഡയിലെ ആൽബർട്ട പ്രവിശ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇവിടെ താമസിക്കുന്ന നമ്മൾ മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. കാനഡയുടെ ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു റഫറൻഡം അഥവാ ജനഹിത പരിശോധനയ്ക്ക് ആൽബർട്ട സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഉയരുന്ന ചോദ്യങ്ങൾ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന, നികുതി അടയ്ക്കുന്ന, മക്കളെ വളർത്തുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക ഭദ്രതയെയും കാനഡയിലെ നമ്മുടെ നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ പുതിയ നീക്കം എന്തിനാണ്? ഇത് ഫെഡറൽ ഗവൺമെന്റും ആൽബർട്ടയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും? ഒരു മലയാളി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണണം? ഈ കാര്യങ്ങളാണ് ഇത് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ആൽബർട്ട പ്രീമിയർ ഡാനിയൽ സ്മിത്ത് പ്രഖ്യാപിച്ച ഈ നീക്കം കാനഡയുടെ ഫെഡറൽ ഘടനയിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കുന്നതാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ ജനഹിത പരിശോധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഭരണഘടനയിലെ ഈക്വലൈസേഷൻ പേയ്മെന്റ് രീതി അവസാനിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുക. രണ്ട്, കാനഡയുടെ ഭരണഘടനയിലെ സെഷൻ 36 ഭേദഗതി ചെയ്യുക. കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ആൽബർട്ടയെ സംബന്ധിച്ചിടത്തോളം കാനഡയുടെ സാമ്പത്തിക എഞ്ചിനാണ് ഈ പ്രവിശ്യ. ഇവിടുത്തെ എണ്ണ, വാതക നിക്ഷേപങ്ങളിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും ലഭിക്കുന്ന വലിയൊരു തുക ഫെഡറൽ ഗവൺമെന്റ് വഴി മറ്റു പ്രവിശ്യകളുടെ വികസനത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള പരിഗണന ആൽബർട്ടയ്ക്ക് തിരികെ ലഭിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും വലിയൊരു വിഭാഗം ജനങ്ങളുടെയും പരാതി. നമ്മളിവിടെ ടാക്സ് പേയേഴ്സ് ആണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മറ്റു പ്രവിശ്യകളിലെ സൗകര്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുമ്പോൾ ആൽബർട്ടയിലെ റോഡുകൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും വേണ്ടത്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്ന തോന്നൽ പ്രവാസികളായ നമുക്കിടയിലും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ വികാരം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നത്. ഫെയർ ഡീൽ ഫോർ ആൽബർട്ട് എന്ന മുദ്രാവാക്യം കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് കാനഡയിലെ ഓരോ പ്രവിശ്യയും സ്വയംഭരണാധികാരത്തിനായി വാദിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ തുടക്കമാണ്. ഈ മാറ്റങ്ങൾ വന്നാൽ അത് മലയാളി സമൂഹത്തെ എങ്ങനെ ബാധിക്കും? കാനഡയിലെ ഇതര പ്രവിശ്യകളെ അപേക്ഷിച്ച് ആൽബർട്ടയിൽ എപ്പോഴും തൊഴിലവസരങ്ങൾ കൂടുതലായിരുന്നു. നികുതി നിരക്കുകൾ കുറവായതും ജീവിത ചെലവ് താരതമ്യേന കുറവായതും കൊണ്ടാണ് ഒട്ടുമിക്ക മലയാളികളും ഒന്റാറിയോയിൽ നിന്നോ ക്യുബക്കിൽ നിന്നോ ആൽബർട്ടയിലേക്ക് കുടിയേറുന്നത്. എന്നാൽ ഫെഡറൽ ഗവൺമെന്റുമായുള്ള ഈ പോരാട്ടം മുറുകിയാൽ ഇത് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റിനെ ബാധിക്കാൻ തന്നെ സാധ്യതയുണ്ട്. കാനഡയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഭൂരിഭാഗം പ്രവിശ്യകളുടെയും പാർലമെന്റിന്റെയും അംഗീകാരം വേണം. അതുകൊണ്ട് തന്നെ ഈ റഫറൻഡം ഒരു പ്രതീകാത്മകമായ നീക്കമാണെന്ന് പറയാമെങ്കിലും ഫെഡറൽ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ആൽബർട്ടയ്ക്ക് ഇതിലൂടെ സാധിക്കും. പ്രത്യേകിച്ച് ഇവിടുത്തെ എനർജി സെക്ടറിൽ ജോലി ചെയ്യുന്ന മലയാളി എഞ്ചിനീയർമാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും ഈ നീക്കം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഫെഡറൽ ഗവൺമെന്റിന്റെ കർശനമായ പരിസ്ഥിതി നിയമങ്ങൾ ആൽബർട്ടയുടെ എണ്ണ ഉൽപാദനത്തെ ബാധിക്കുന്നു എന്ന പരാതിയും ഇവിടെയുണ്ട്. നമ്മുടെ ജോലി സുരക്ഷയും വരുമാനവും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ എനർജി മേഖലയുമായാണ്. അതിനാൽ തന്നെ ആൽബർട്ടയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നത് നമ്മുടെ കൂടി ആവശ്യമാണ്. അതേസമയം കാനഡയുടെ ഐക്യത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുമോ എന്ന ആശങ്കയും നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. കാനഡയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളും പൗരത്വം എടുത്തവരും ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട സമയമാണിത്. കാരണം ഇവിടുത്തെ സോഷ്യൽ ബെനിഫിറ്റുകൾ, ഹെൽത്ത് കെയർ ഫണ്ടിംഗ് തുടങ്ങിയവയെല്ലാം ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൽബർട്ടയ്ക്ക് കൂടുതൽ സാമ്പത്തിക അധികാരം ലഭിച്ചാൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം വേഗത്തിലാകും. അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും ഇത് ഗുണകരമാകും. എന്നാൽ ഇത് കാനഡയിലെ മറ്റു പ്രവിശ്യകളുമായുള്ള മത്സരത്തിലേക്കും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും നയിച്ചാൽ ഡോളറിന്റെ മൂല്യത്തെയും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നിലയെയും ബാധിച്ചേക്കാം. ഈ റഫറൻഡം വിജയിച്ചാൽ ഡാനിയൽ സ്മിത്തിന് ഫെഡറൽ ഗവൺമെന്റുമായി പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ കൂടുതൽ കരുത്ത് ലഭിക്കും. ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം ഇപ്പോൾ അല്പം മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ ആൽബർട്ട പോലെ സാമ്പത്തികമായി കരുത്തുള്ള പ്രവിശ്യകൾ എടുക്കുന്ന സ്വതന്ത്ര നിലപാടുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഭാവിയിൽ ഇന്ത്യയും ആൽബർട്ടയും തമ്മിലുള്ള നേരിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾക്കോ വിദേശ നിക്ഷേപങ്ങൾക്കോ ഇത് വഴിവെച്ചേക്കാം. കാരണം ആൽബർട്ട എപ്പോഴും ബിസിനസ് ഫ്രണ്ട്ലി ആയ ഒരു പ്രവിശ്യയാണ് അറിയപ്പെടുന്നത്. നമ്മൾ മലയാളി പ്രവാസികൾ ഇവിടെ ഒരു വോട്ട് ബാങ്ക് മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കാനഡയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള ഈ നീക്കം നമ്മൾ ഗൗരവത്തോടെ കാണണം. ഇത് കേവലം ആൽബർട്ടയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് കാനഡ എന്ന രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയുടെ തുടക്കമാണ്. കാനഡയിലെ നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടണമെങ്കിൽ നമ്മുടെ പ്രവിശ്യയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം.
അതേസമയം തന്നെ ഒരു ഫെഡറൽ രാജ്യം എന്ന നിലയിൽ കാനഡയുടെ കെട്ടുറപ്പ് നിലനിൽക്കുകയും വേണം. ഈ ഒരു ബാലൻസ് എങ്ങനെ സാധ്യമാകും എന്നതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ്. ആൽബർട്ടയിലെ ഈ പുതിയ നീക്കം നമ്മൾ മലയാളികൾക്ക് ഗുണകരമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഇത് രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാനഡയിലെ ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.